മാഡം നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് മാഡം തർക്കിച്ചിട്ടുണ്ട്. ലോവർ ക്ലാസ് ആൾക്കാരും ഹയർ ക്ലാസ് ആൾക്കാരും തമ്മിൽ എന്തെങ്കിലും ഇക്വാളിറ്റി ഉണ്ടോ? എനിക്ക് പ്രതി ഫെയർ ആയിട്ടാണ് തോന്നുന്നത് ലേബർ സിസ്റ്റം. സ്ത്രീകളുടെ ഇടയിൽ സ്ത്രീകൾക്ക് ഇക്വാളിറ്റി എന്ന് പറയാം, പക്ഷെ സ്ത്രീയും പുരുഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആണെന്ന് പറയാൻ പാടില്ല. വണ്ടി ഓടിച്ചുകൊണ്ട് പോയി ആരെങ്കിലും ഇടിച്ച് കൊന്നാൽ പോലും അവർക്കെതിരെ പോലീസ് കണ്ണടയ്ക്കുന്നു. എനിക്കൊരു തോട്ട് തോന്നി, അതുകൊണ്ട് അത് ചോദിക്കണം. ആസ് ആർഗ്യുമെന്റ് മാഡം കാണണമെന്നില്ല, ബട്ട് റെസ്പെക്ട്ഫുള്ളി എനിക്ക് തോന്നിയൊരു ഒപ്പീനിയനാണ്. മാഡം നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് മാഡം തർക്കിച്ചിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദി ലേബർ പ്രൈസസ് ആണുങ്ങൾക്ക് 700 രൂപ കിട്ടും, അറ്റ് ദ സെയിം ടൈം ഫോർ 1 hour ലേഡീസിന് 500 സംതിങ് കിട്ടുമെന്നല്ലേ മാഡം പറഞ്ഞത്. മാഡത്തിന്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ട് ഒരു വുമന് ഇക്വാലിറ്റി ലേബർ ഇൻ സെൻസിൽ നോക്കുവാണെങ്കിൽ എനിക്ക് പ്രതി ഫെയർ ആയിട്ടാണ് തോന്നുന്നത് ലേബർ സിസ്റ്റം. അവിടെ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ അത് നേരല്ലേ, ബയോളജിക്കലി വുമൺ ആർ ലേബറിൽ വെച്ച് നോക്കുവാണെങ്കിൽ, കോണ്ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഒരു പുരുഷന് 1 മണിക്കൂർ ചെയ്യാൻ പറ്റുന്ന അത്രയും എഫിഷ്യന്റ് ഔട്ട്പുട്ട് ഒരു വുമൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം എസ്പെഷ്യലി മോനെ പോലെയുള്ള ഒരു മസിൽമാന് അങ്ങനെ അത് നോക്കണം. അപ്പം എനിക്ക് തോന്നുന്നത് പ്രിറ്റി ഫെയർ ആണെന്നാണ് ആ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം മാഡം പറഞ്ഞില്ലേ, അപ്പം അത് നമ്മുടെ ദൈവമല്ലേ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. അപ്പം മാഡം തർക്കിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ഡസന്റ് മേക്ക് സെൻസ്. വാട്ട് ഈസ് ഇക്വാലിറ്റി ടു യു? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വാലിറ്റി എന്ന് പറയുന്ന കാര്യം വേണ്ട. നമുക്ക് ആനിമൽ ഫാമിന്റെ ആ ഒരു വാക്കെടുത്താൽ മതി. സം ആർ ഈക്വൽ, സം ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ് എന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. നമ്മുടെ ജോർജ് ഓർവെല്ലിയൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, എല്ലാവരും ഈക്വൽ ആണ്, പക്ഷേ പുരുഷന്മാർ മോർ ഈക്വൽ ദാൻ വിമൻ എന്നാണ് എന്നുള്ളത് വന്നോട്ടെ. അപ്പൊ അങ്ങനെ എത്രയാണ് ഈ തുല്യവേതന നിയമമൊക്കെ കൊണ്ടുവരുന്നത്? വൈ ഷുഡ് ദെയർ ബി എ ലോ ലൈക്ക് ദാറ്റ്, ആൻ ആക്ട് ലൈക്ക് ദാറ്റ്? അപ്പൊ അത് ശരിയാണ്, ബയോളജിക്കലി വാട്ട് യു സെഡ് ഈസ് റൈറ്റ്. പക്ഷേ തുല്യവേതന നിയമം ഉള്ളത് കൊണ്ട് ആ നിയമം പാലിക്കണം. അത് ഇറസ്പെക്റ്റീവ് ഓഫ് ഹൗ മച്ച് വർക്ക് എ വുമൺ ഡസ് ഓർ ഹൗ മച്ച് വർക്ക് എ മാൻ ഡസ്. സ്ത്രീകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ചില സമയമുണ്ട് മാസത്തിൽ. ഒരു മാസത്തിൽ ഒരു 4 ദിവസത്തോളം ഈ മെൻസ്ട്രൽ പ്രോബ്ലം ഒക്കെ വരുന്നത് കൊണ്ട് ചിലർക്ക് വളരെയധികം പെയിനും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത് കൊണ്ടും ഒക്കെ ആ സമയത്ത് ജോലി കുറഞ്ഞിരിക്കും. പക്ഷേ ദാറ്റ് ഷുഡ് നോട്ട് ബി എ കൺസേൺ ഫോർ റെഡ്യൂസിങ് ഹെർ സാലറി എന്നാണ് പറയുന്നത്. അത് നിയമം തന്നെ അംഗീകരിച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇറ്റ്സ് ഓൺലി ഫോളോയിങ് എ ലോ. പിന്നെ നിയമം ഇക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ലോയിലൊക്കെ പറയുമെങ്കിലും ഇപ്പം ഇതുപോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നിയമം സ്ത്രീകൾക്ക് വേണ്ടിയുണ്ട്, പക്ഷെ അതൊന്നും പാലിക്കപ്പെടുന്നില്ല. അത് സർക്കാരിൻ്റെ ലെവലിൽ തന്നെ പാലിക്കപ്പെടുന്നില്ല. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ലോവർ ക്ലാസ് ആൾക്കാരും ഹയർ ക്ലാസ് ആൾക്കാരും തമ്മിൽ എന്തെങ്കിലും ഇക്വാലിറ്റി ഉണ്ടോ? ഒരു കർഷകനും ഒരു പ്രഭുവും തമ്മിൽ എന്തെങ്കിലും ഇക്വാലിറ്റി ഉണ്ടോ? നമ്മൾ ഇക്വാലിറ്റി എന്ന് പറയുമെങ്കിൽ പോലും ഒരു സ്ഥലത്ത് പോയി, ഒരു ഹോട്ടലിൽ പോയി വളരെ മോശം ഒരു കൈലിയും ടീഷർട്ടും ഇട്ട് ജോലി കഴിഞ്ഞിട്ട് വരുന്ന ഒരാൾ അതിനകത്തോട്ട് കയറ്റുമോ? അതേസമയം അയാൾ തന്നെ പോയി കുളിച്ചിട്ട് വന്നൊരു നല്ല ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് ഒരു കോട്ടും ഇട്ട് കുറച്ച് പെർഫ്യൂമൊക്കെ അടിച്ച് കിട്ടാതെ വരും, കയറ്റും അല്ലേ? അപ്പോൾ അതിൽ തന്നെ ഇനിക്വാളിറ്റി ഇല്ലേ? വേഷം അനുസരിച്ചാണോ കയറ്റേണ്ടത്? എനി പ്ലേസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോലും. അപ്പോൾ അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് പണ്ട്. കുറേ കർഷകർ ചേർന്നിട്ട് ഇതുപോലെ നീതി കിട്ടിയില്ല. അതിനകത്ത് ഈ ഭരണ ആൾക്കാർ, അവർക്ക് കർഷകരുടെ മുകളിലിരിക്കുന്ന കുറേ പ്രഭുക്കൾ, ലാൻഡ് ലോഡ്സ് എന്ന് പറയുന്ന ലാൻഡ് ലോഡ്സിന് കിട്ടുന്നത്ര പോലുമുള്ള ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ കർഷകർ എന്തെങ്കിലും കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ കേസ്, ഒരുപാട് കർശനമായിട്ടുള്ള കേസ് പോലീസ് വന്നെടുക്കും. പക്ഷേ അതായത് ടാക്സ് കൊടുത്തില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പിഴ അടച്ചില്ല എന്നുണ്ടെങ്കിലോ പോലീസ് കേസെടുക്കുകയും തല്ലുകയും അടിക്കുകയും മർദ്ദിച്ച് ചവിട്ടി കൂട്ടുകയും ചെയ്യും. അതേസമയം അവരുടെ നേതാക്കന്മാർ എന്ത് കുറ്റം ചെയ്താലും, ടാക്സ് അടച്ചില്ലെങ്കിലും അവർ പിഴ അടച്ചില്ലെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ട് പോയി ആരെങ്കിലും ഇടിച്ച് കൊന്നാൽ പോലും അവർക്കെതിരെ പോലീസ് കണ്ണടയ്ക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പൈസ ഉള്ളവർക്ക് ഒരു നിയമം, പൈസ ഇല്ലാത്തവർക്ക് ഒരു നിയമം എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവുമെന്ന് പറഞ്ഞ് കുറേ കർഷകരുടെ കൂട്ടായ്മ കുറേ നാൾ മുമ്പ് മധ്യപ്രദേശിലെ ഹൈക്കോടതിയിൽ ഒരു കേസുമായിട്ട് ചെന്നു. അന്ന് മധ്യപ്രദേശിലെ ഹൈക്കോടതി വിധിച്ച വിധി എന്ന് പറയുന്നത് വളരെ രസകരമായിരുന്നു. ആ വിധിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്, സമൂഹം എന്ന് പറയുന്ന സെറ്റപ്പ് ഇതൊക്കെ ഉള്ളത് വിവിധ തലങ്ങളും വിവിധ സാമൂഹ്യ, ഇക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ ഒക്കെ ബേസിസുകളിൽ തിരിച്ചിരിക്കുന്നത് കൊണ്ട് വി ഹാവ് ടു, കോടതി അസ്യൂം ചെയ്തിരിക്കുകയാണ്, ഇക്വാലിറ്റി ഈസ് ആപ്ലിക്കബിൾ ഓൺലി എമംഗ് ഈക്വൽസ്. അൺഈക്വൽസ് തമ്മിൽ ഇക്വാലിറ്റി പറയാൻ പാടില്ല.
അതുകൊണ്ട് ഈ കേസ് തള്ളുന്നു എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അപ്പോൾ എന്താണ് കോടതി തന്നെ, ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത്? ഹൈക്കോടതി പറയുന്ന എല്ലാം നിയമമാണെന്ന് അറിയാലോ, സുപ്രീം കോടതി പറയുന്നതെല്ലാം ഏത് ആക്ടിനേക്കാളും പ്രധാനപ്പെട്ടതാണെന്നും അറിയാലോ. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഈക്വൽസ് മാത്രം ചെയ്താൽ മതി. സ്ത്രീകളുടെ ഇടയിൽ സ്ത്രീകൾക്ക് ഇക്വാളിറ്റി എന്ന് പറയാം, പക്ഷെ സ്ത്രീയും പുരുഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആണെന്ന് പറയാൻ പാടില്ല. അതുപോലെ എക്കണോമിക്കലി ജോലി ചെയ്യുന്ന ആൾക്കാരും അത് ജോലി കൊടുക്കുന്നവരും തമ്മിലുള്ള ഇക്വാളിറ്റി നിങ്ങൾക്ക് പറയാനേ പറ്റില്ല. ജോലിക്കാർ തമ്മിൽ ഇക്വാളിറ്റി, മുതലാളികൾ തമ്മിൽ വേറൊരു ഇക്വാളിറ്റി. അപ്പോൾ അങ്ങനെ ഒരു നിയമം തന്നെ അത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് നിങ്ങൾ ലോ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിയമം എന്ന് പറയുന്നത് പലപ്പോഴും അത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലോ ആണ്. അത് വെച്ചിട്ടാണ് ഈ പലപ്പോഴും സർക്കാരും നിയമം എടുത്തു വെച്ച് അവരുടെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഏറ്റവും കൺവീനിയൻറ്റ് എന്താണോ അതനുസരിച്ച് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനെതിരെ പ്രതികരിക്കണം, ശക്തമായി പ്രതിഷേധിക്കണം. ഇക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റ വാക്കേ ഉള്ളൂ. അത് ഇക്വാളിറ്റി, സമത്വം എന്ന് പറഞ്ഞാൽ സമത്വം തന്നെയാണ്. അതിൽ സമന്മാരും അസമന്മാരും ഇല്ല, എല്ലാവരും തമ്മിലുള്ള സമത്വമാണ് എന്ന് നമ്മൾ ഉറപ്പിക്കണം. ായിട്ട് തോന്നിയിട്ടുള്ളതാണ്. പൊതുവെ നമ്മൾ ഈ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് എപ്പോഴും കാറ്റഗറി വൈസാണ് നോക്കുന്നത്. അതായത് SC ST OBC ജനറൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നോക്കുന്നത്, കാസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം മെയിൽസിലാണെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് മതി, ഫീമെയിൽസിലാകുമ്പോൾ കുറച്ച് കുറവായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ നോക്കുക. നമ്മൾ പൊതുവെ പറയുന്നത് ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്, സെക്യുലർ കൺട്രി അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് ആ ഒരു ഇക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മോള് പറഞ്ഞത് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ അങ്ങനെ വ്യത്യാസം എൻട്രൻസ് എക്സാമിലൊന്നും നടത്താറില്ല, എല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഡിസേബിൾഡ് പേഴ്സണാലിറ്റി, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന EWC എന്ന് പറയുന്ന പുതിയൊരു സിസ്റ്റം തുടങ്ങിയാണ്. എക്കണോമിക്കലി ബാക്ക്വേർഡ്, ഡിസേബിൾഡ്, പിന്നെ SC STs, സംവരണ നിയമമുള്ളത് കൊണ്ട് സംവരണത്തിന് അർഹരായിട്ടുള്ളവർ. അപ്പം അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടൊരു, ഇപ്പോൾ ഈ വനിതാ സംവരണം എന്ന് പറഞ്ഞില്ലേ, ഈ നാരീശക്തി അധിനിയം, അത് 15 വർഷത്തേക്കാണ് നിയമം പറഞ്ഞിരിക്കുന്നത്. 15 വർഷത്തേക്ക് മാത്രമാണ് അത് പ്രാബല്യത്തിൽ വരിക. 15 വർഷം കഴിയുമ്പോൾ അതെടുത്ത് മാറ്റണം. പിന്നെ സംവരണം ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി ഒരു സ്ലോട്ട്, ഒരു സമയം കൊടുക്കുന്നു. 15 വർഷം കഴിയുമ്പോൾ അത് ശരിയാവും എന്നുള്ളൊരു ധാരണയല്ല. പക്ഷേ ഇതുപോലെയുള്ള SC STകളുടെ സമൂഹത്തിൻ്റെ താഴേക്കിടയിൽപ്പെട്ട വിവിധ ബാക്ക്വേർഡ് ക്ലാസ്സസുകൾക്ക് അവർക്ക് ഒരു രീതിയിലും ഉയർന്നു വരാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളിലും സംവരണം ഇത്ര ശതമാനം വെച്ച് സംവരണം കൊടുത്തിരിക്കുന്നത്. അത് എല്ലായിടത്തും ഉണ്ട്. ജനിക്കുമ്പോൾ തൊട്ട് അവർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും, പഠിക്കുന്നതിൻ്റെ ആനുകൂല്യങ്ങൾ, അഡ്മിഷൻ്റെ ആനുകൂല്യങ്ങൾ, പരീക്ഷ, അതുപോലെ ഫർദറായിട്ടുള്ള ഹയർ സ്റ്റഡീസ്, ജോലി, എല്ലാത്തിനും ഈ സംവരണം ഒരു നിയമമായിട്ടുള്ളത് കൊണ്ട് അതവിടെ കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുല്യ വേതനം എന്ന് പറയുമ്പോൾ കൊടുക്കണം. അതുപോലെ സംവരണം എന്ന് പറയുന്നത് നിയമമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് ആ സംവരണം വെച്ച് അത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ജനറൽ കാറ്റഗറി ആൾക്കാർക്ക് കുറച്ചുകൂടെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നത്. ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് നമ്മൾ തഴയപ്പെട്ടു എന്നൊരു തോന്നലുണ്ടാവുമെങ്കിലും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. തീർച്ചയായിട്ടും അർഹതപ്പെടുന്നതെല്ലാം കിട്ടും എന്ന് വിചാരിച്ച് തന്നെ മുന്നോട്ട് പോവുക. അത് നമുക്ക് എന്താണോ ശരി, നമുക്ക് എന്താണോ കിട്ടേണ്ടത്, ഡെഫിനറ്റ്ലി അത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിയിരിക്കും. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരാഗ്രഹമാകാൻ പാടില്ല എന്നേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും തുല്യനീതി കിട്ടട്ടെ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള നീതി തീർച്ചയായിട്ടും നമ്മുടെ അടുത്തേക്ക് വരും. ഞാനിതൊരു ആധ്യാത്മിക രീതിയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്, പക്ഷേ ദാറ്റ് ഈസ് കറക്റ്റ്.